ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഒരുപാട് പപ്പീസുകളാണ് നമുക്കിന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത്. ഡോഗ്സിൽ തന്നെ ഒരുപാട് വെറൈറ്റി പപ്പീസുകൾ നമുക്ക് സെയിലായിട്ട് വന്നിട്ട് ആ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ നമുക്ക് ഭൂരിഭാഗം പപ്പീസുകൾ സെയിലായിട്ട് വന്നിരിക്കുന്നത് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഫസ്റ്റത്തെ ബ്രീഡറാണ്. ഒരുപാട് പപ്പീസുകൾ സെയിലായിട്ട് വന്നിരിക്കുന്നത്. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. വാട്സപ്പ് ഓൺലൈൻ നമ്പർ വന്നിരിക്കുന്നത്. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് അവിടെ നിന്ന് വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പേറിന്റെ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. 9,000 രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഈ പപ്പീസുകൾ എല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതേപോലെ പല പല ബാച്ചിലുള്ള ജർമ്മൻ ഷിപ്പേറിന്റെ പപ്പീസുകൾ നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് വന്നിട്ടുണ്ട്. സെയിം ബ്രീഡറിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഓരോന്നിന്റെ റേറ്റും കാര്യങ്ങളും വ്യത്യാസമുണ്ട്. പാരന്റ്സിന്റെ ക്വാളിറ്റി അനുസരിച്ച് റേറ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാം ശ്രദ്ധിച്ച് കാണാൻ ശ്രമിക്കുക. ബെൽജിയം മൈൽനോയ്സിന്റെ വിത്ത് KCI സർട്ടിഫൈഡ് പപ്പീസാണ് വന്നിരിക്കുന്നത്. 26,500 ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ KCI സർട്ടിഫൈഡ് ബെൽജിയം മൈൽനോയ്സിന്റെ നല്ല അടിപൊളി പപ്പീസിനേക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ നല്ല റേറ്റ് കുറവിനാണ് നമുക്ക് ഇവിടുന്ന് പപ്പീസുകളൊക്കെ വന്നിരിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് ഗോൾഡൻ റിട്രീവറിന്റെ ഫീമെയിൽ പപ്പീസാണ്. 6,500 ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിട്ടുള്ളത്. ഗോൾഡൻ റിട്രീവറൊക്കെ നല്ല റേറ്റ് കുറവിന് 6,500. അടുത്ത് വന്നിരിക്കുന്ന ഒരു മെയിൽ കിറ്റനാണ് വന്നിരിക്കുന്നത്. 4 മാസം പ്രായമുണ്ട്. ഇതിന്റെ റേറ്റ് വെറും 3,000 രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ. മെയിൽ കിറ്റന്റെ റേറ്റ് 3,000 രൂപ. അടുത്ത നമുക്ക് ജർമ്മൻ ഷിപ്പേറിന്റെ ഒരു മെയിലാണ് വന്നിരിക്കുന്നത്. മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് 11,000 രൂപയാണ് ഈ മെയിൽ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. അടുത്ത് നമുക്ക് സെയിം ബ്രീഡേഴ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. രാജപാളയത്തിന്റെ പപ്പിയാണ് വന്നിരിക്കുന്നത്. ഫീമെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ. 8,500 രൂപയാണ് ഈ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. രാജപാളയം ഫീമെയിൽ പപ്പീസ്. അടുത്ത് വന്നിരിക്കുന്നത് ഹസ്കിയുടെ ഫുൾ വൈറ്റ് വൂളിക്കോട്ട് പപ്പിയാണ് വന്നിരിക്കുന്നത്. ബ്ലൂ ഐ ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 20,500 രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. ഹസ്കി വൂളിക്കോട്ട്, അത് ഫുൾ വൈറ്റ് ബ്ലൂ ഐ ആണ് വന്നിരിക്കുന്നത്. ഷിറ്റ്സു ഫീമെയിൽ പപ്പീസ് 10,000 രൂപയാണ് വന്നിരിക്കുന്നത്. അതേപോലെ ഹസ്കിയുടെ ഫീമെയിൽ പപ്പീസ് 12,500 ഈ ഫീമെയിൽ പപ്പീസിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് ലാബിന്റെ മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. 6,500 രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. മെയിൽ പപ്പി ലാബ് 6,500. ജർമ്മൻ ഷിപ്പേറിന്റെ ഫീമെയിൽ പപ്പീസാണ്. 7,500 രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇതെല്ലാം വന്നിരിക്കുന്നത് ഒന്നാമത്തെ ബ്രീഡറിൽ നിന്നാണ്. അപ്പോൾ വാട്സപ്പിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. അടുത്ത് വന്നിരിക്കുന്ന അടുത്തൊരു ബാച്ചിലൊരു ജർമ്മൻ ഷിപ്പേറിന്റെ ഹെവി സൈസ് മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. 15,000 രൂപയാണ് ഈ മെയിൽ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. 15,000 രൂപ ജർമ്മൻ ഷിപ്പേർഡ് മെയിൽ പപ്പി. അടുത്ത നമുക്ക് പിറ്റ്ബുള്ളിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. മെയിൽ പപ്പിക്ക് 14,500 ഫീമെയിൽ പപ്പിക്ക് 9,500 രൂപയാണ് ചോദിച്ചിരിക്കുന്നത്. പിറ്റ്ബുള്ളിന്റെ പപ്പീസുകൾ 4 പപ്പീസാണ് 5 പപ്പീസാണ് ഇനി കൊടുക്കാനുള്ളത്. അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് സൈബീരിയൻ ഹസ്കിയുടെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത്. ഫീമെയിൽ പപ്പീസ് മാത്രമാണ് കൊടുക്കാനുള്ളത്. ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 20,500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്, അതേപോലെ കോപ്പർ കളറും ഉണ്ട്. ഫീമെയിൽ പപ്പീസ് മാത്രമാണ് കൊടുക്കാനുള്ളത്. 20,500 രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത്. ഈ പപ്പീസ് അല്ലാതെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്.
അടുത്ത നമുക്ക് ഷിറ്റ്സുവിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. 11,000 രൂപയാണ് ഷിറ്റ്സുവിൻ്റെ പപ്പീസിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. 11,000 രൂപ. അടുത്ത നമുക്ക് തിരുവനന്തപുരത്താണ് പപ്പീസ് സെയിലായിട്ട് വന്നിരിക്കുന്നത്. പോമറേന് സ്പിറ്റ്സിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. 2,250 രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിട്ടുള്ളത്. 3 പപ്പീസാണ് കൊടുക്കാനുള്ളത്. പോമറേനിയൻ സ്പിറ്റ്സിന്റെ പപ്പീസുകൾ, ഒരു ബ്ലാക്ക് ഉണ്ട്, അതുപോലെ 2 വൈറ്റ് കളറുണ്ട്. വെറും 2,250 രൂപ. അടുത്ത് വന്നിരിക്കുന്നത് ഷിറ്റ്സുവിന്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത്. 3 പപ്പീസ് കൊടുക്കാനുണ്ട്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. 9,500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അടുത്തത് നമുക്ക് അലിഗേറ്റർ കാറാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ എടപ്പള്ളിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് 3 ഫീറ്റ് ആണ് സൈസ് വന്നിരിക്കുന്നത്. 5,000 രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിക്കുന്നത്. അലിഗേറ്റർ കാറ് 3 ഫീറ്റ് സൈസുകൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 5,000 രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത്. അടുത്ത നമുക്ക് പപ്പീസുകൾ വന്നിരിക്കുന്നത് പാലക്കാട് തന്നെയാണ്. അടുത്തൊരു ബ്രീഡറാണ്. വാട്സപ്പ് നമ്പറാണ് വന്നിരിക്കുന്നത്. ഡാൽമാഷിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. മെയിൽ പപ്പിക്ക് അവർ 12,000 രൂപയും ഫീമെയിൽ പപ്പിക്ക് അവർ 11,000 രൂപയാണ് റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഡോബർമാന്റെ പപ്പീസും ലാബിന്റെ പപ്പീസും നമുക്ക് സെയിം ബ്രീഡർ എന്ന് വന്നിട്ടുണ്ട്. ലാബിന്റെ ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത്. 6,000 രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. ഫീമെയിൽ പപ്പീസ് 6,000 രൂപ. ഈ പപ്പീസ് അല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അടുത്ത നമുക്ക് ഡോബർമാന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. 12,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. ഡോബർമാന്റെ പപ്പീസുകൾ 8 പപ്പീസാണ് ഇതിൽ കൊടുക്കാനുള്ളത്. ബൾക്ക് സെയിലൊക്കെ അവൈലബിൾ ആണ് ഡോബർമാന്റെ. അടുത്ത് ലാബിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. 6,500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. അടുത്തൊരു ബാച്ചിലുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത്. ലാബിന്റെ 6,500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ്. അടുത്ത് ഡോബർമാന്റെ ഫീമെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ കൊടുക്കാനായിട്ട്. 9,000 രൂപയാണ് ഈ ഫീമെയിൽ പപ്പീസിന്റെ റേറ്റ് വന്നിരിക്കുന്നത്. ലാബിന്റെ ഒരു മെയിൽ പപ്പിയാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത്. 5 മാസം പ്രായമുണ്ട്. കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 10,000 രൂപയാണ് ഈ ലാബിന്റെ 5 മാസമായിട്ടുള്ള മെയിൽ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ സെമി അഡൾട്ട് ലാബിന്റെ മെയിൽ പപ്പിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫാദർ വന്നിരിക്കുന്നത് പഞ്ചാബ് ലൈനാണ് പപ്പി വന്നിരിക്കുന്നത്. അടുത്ത നമുക്ക് ഗപ്പികളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത്. ആലപ്പുഴയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഗാലക്സി ഗപ്പിയുടെ പെയറിന് 60 രൂപയാണ് റേറ്റ് വെച്ചിരിക്കുന്നത്. കൊറിയർ ഓൾ കേരള പോസിബിൾ ആണ്. അപ്പോൾ ഗാലക്സിയിൽ എത്തിപ്പെട്ട ഗപ്പികൾ പെയർ 60 രൂപ. ഹിപ്പിയുടെ ഒരു ബ്രീഡിംഗ് പെയറാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത്. കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. എഗ് ചെയ്തിരിക്കുന്ന ഒരു പെയർ. ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 9,000 രൂപയാണ് ഈ പെയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതേപോലെ പെറ്റ്സുകൾ, പ്രാവുകൾ, ബേഡ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. യാതൊരുവിധ ചാർജുകളും വാങ്ങാതെയാണ് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നത്. അടുത്ത നമുക്ക് കൊല്ലത്തുനിന്ന് തന്നെ അടുത്തൊരു ബ്രീഡറിൽ നിന്നാണ് നമുക്ക് പപ്പീസ് സെയിലായിട്ട് വന്നിരിക്കുന്നത്. ലാബ് ചാപ്സിന്റെ ഒരു ഫീമെയിൽ പപ്പിയാണ്. ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 8,000 രൂപയാണ് ഈ ലാബ് ചാപ്സിന്റെ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്.
അടുത്ത് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കിറ്റൻസ് ആണ്. സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഫീമെയിൽ കിറ്റൻസും മെയിൽ കിറ്റൻസും ഉണ്ട്. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഒരെണ്ണത്തിന്റെ റേറ്റ് അവർ ചോദിക്കുന്നത് 3000 രൂപയാണ് ഒരു കിറ്റന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കിറ്റൻസിന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അതേപോലെ ലാസ്റ്റത്തെ 2-3 അടുപ്പിച്ച് കൊല്ലം ബ്രീഡേഴ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ സീരിയൽ നമ്പർ നിങ്ങൾ നോക്കാം, പെറ്റ്സിന്റെ സീരിയൽ നമ്പർ കൂടി നോക്കിയിട്ട് ഡയറക്റ്റ് ബ്രീഡേഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ പെറ്റ്സുകൾ സെയിൽ ഉണ്ടെങ്കിൽ ഈ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ അയച്ചുതരാം. അതുപോലെ നമ്മുടെ വീഡിയോസ് ഒക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.